വൃദ്ധയായ സ്വന്തം മാതാവിനെയൊന്ന് കാണാനും പ്രിയപുത്രന്റെ വിവാഹത്തിലൊന്ന് കൂടാനും നാട്ടിലേക്കെത്തുവാൻ കൊതിച്ചപ്പോഴുണ്ടായ അധികാരികളുടെ വിചിത്രമായ വിധിയെ ചൊല്ലിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ. സത്യത്തില് അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ദുര്യോഗങ്ങളും നിർഭാഗ്യങ്ങൾക്കുമൊക്കെ അപ്പുറത്തേക്ക് വളരെ കൃത്യമായിട്ട് അത് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെയും നിയമവ്യവസ്ഥയുടെയും അങ്ങേറ്റം അപമാനകരമായിട്ടുള്ള 2017 കാലഘട്ടത്തിലൊക്കെ ഇങ്ങനത്തെ ഒരു നീതിന്യായ വ്യവസ്ഥയും ഒരു വിചാരണ സമ്പ്രദായവും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഭരണഘടനയുള്ള പൌരാവകാശങ്ങളെ മാനിക്കുന്ന മനുഷ്യാവകാശങ്ങളെ മാനിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലക്ക് നമുക്ക് അപമാനകരമാണ് എന്ന് പറയാതെ വയ്യ. അബ്ദുൽ നാസർ മദനിയുമായി ബന്ധപ്പെട്ട നീണ്ട 17 വർഷത്തെ നീതി നിഷേധത്തിന്റെ ചരിത്രം നാം പരിശോധിച്ചാൽ അതിലെ പല സംഭവവികാസങ്ങളും ഇന്ത്യൻ ജുഡീഷ്യറിയെ പോലും കളങ്കപ്പെടുത്തുന്നതാണ്. കാരണം 17 വർഷമായി മഅ്ദനി എന്ന ഇന്ത്യൻ പൗരൻ വേട്ടയാടപ്പെടുന്നത്, ഭരണകൂടങ്ങളാൽ വേട്ടയാടപ്പെടുന്നത് തീർത്തും അലിഖിതമായ അതിവിചിത്രമായിട്ടുള്ള വാദങ്ങളുടെ പുറത്താണ്. നീതി ജയിക്കണം, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മതിയായ ശിക്ഷ നൽകണമെന്നു തന്നെയാണ് നമ്മളും പറയുന്നത്. പക്ഷേ വിചാരണ തടവുകാരൻ എന്ന പേരിലുള്ള ഈ ക്രൂശിക്കൽ മനുഷ്യാവകാശ ധ്വംസനമാണ്. ഈ ലോകം ഇന്ന് വൈകുന്നേരം 6 മണിക്ക്.